ഹലോ, അതെ. അളിയൻ പുറത്തു പോയിരിക്കുക. വന്നാൽ ഉടനെ വിളിക്കാൻ പറയാം. കമ്മീഷ് ഇപ്പൊ ഫോൺ വിളിച്ചു വെച്ചതേ ഉള്ളൂ. എന്താ മാവാ കാര്യം? അളിയൻ ഒന്നങ്ങോട്ട് വിളിക്കാൻ പറഞ്ഞു. എന്താ കാര്യം? വരൂ. ഹലോ, കമ്മീഷണറല്ലേ? ഞാൻ കൈമള. എന്താ സാർ വിശേഷം? അല്ല, റെയ്ഡോ? എന്താ സാർ ഇങ്ങനെ? നിങ്ങളൊക്കെ ഇവിടെ ഉള്ളപ്പോ ഇന്ന് തന്നെ കോണ്ടാക്ട് ചെയ്യാം. ഓക്കെ സാർ. എന്താ SP രാജശേഖരൻ ഒട്ടും ഈൽഡ് ചെയ്യാത്ത ആളാണെന്നാ കമ്മീഷണർ പറയുന്നത്. പോലീസ് ഡിപ്പാർട്ട്മെന്റ് നമ്മളെ ഫേവർ ചെയ്യുന്ന ആൾക്കാരുണ്ടായിട്ട് പോലും ഇങ്ങനെ ഒരു റെയ്ഡ് നടക്കിയെന്ന് പറഞ്ഞാൽ ഇത് ഭരതംപള്ളിയുടെ ആൾക്കാർ നമ്മളെ ഒറ്റുകൊടുത്താവാനേ വഴിയുള്ളൂ. ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഇത് നമ്മുടെ കഴിവേട് തന്നെയാ. ചൂടാകാതെ മോഹൻ, എല്ലാത്തിനും പോംവഴികളില്ലേ? അമ്മാവനത് പറയാം. കുടുങ്ങിയാലേ 6-7 വർഷം നല്ല സുഖമായ സെൻട്രൽ ജയിലിൽ കഴിയാം. അങ്ങനെ ഒന്ന് നമ്മുടെ ജാതകത്തിലുണ്ടെങ്കിൽ അത് അനുഭവിച്ചേ പറ്റൂ. വാസവ, ഇത് അത്ര നിസ്സാരമായി തള്ളാനുള്ളതല്ല. തെളിവുകളെല്ലാം നമുക്കെതിരാണ്. ശ്യാംപ്രകാശിന് മാത്രമേ നമ്മളെ സഹായിക്കാൻ കഴിയൂ. ഇങ്ങനെ എല്ലാ കാര്യങ്ങൾക്കും അഡ്വക്കേറ്റ്മാരെ ഡിപ്പെൻഡ് ചെയ്യരുതെന്ന് അച്ഛനോട് ഞാൻ അന്നേ പറഞ്ഞതാ. പിന്നെ വക്കീൽ വേണ്ടി അടുത്ത് വൈദ്യരെ കൊണ്ട് കാര്യം നടക്കൂ. വാസവ, നീ പോയി ശ്യാംപ്രകാശിനെ കണ്ട് എല്ലാ വിവരങ്ങളും പറയണം. നമസ്കാരം. വരൂ. അയ്യോ, ഇരിക്കാനൊന്നും സമയമില്ല. ആകെ കുടുങ്ങിയിരിക്കുന്ന സമയമാ. ശ്യാംപ്രകാശ് ഇല്ലേ ഇവിടെ? ശ്യാം കോടതി പോയല്ലോ. It is not he who has committed the murder. It is the insanity, madness, the mental imbalance that has provocated him to do such a crime. How can he be held liable for this, sir? I am here only to request you to show some kindness on the accused. From the oral, documentary, primary, secondary and circumstantial evidences, it has been proved beyond doubt that the accused is insane. പ്രതി ഒരു മാനസിക രോഗിയാണെന്നുള്ള കാര്യം കണക്കിലെടുത്ത് ഇന്ത്യൻ പീനൽ കോഡ് സെക്ഷൻ 84ന്റെ പരിഗണന നൽകി പ്രതിയെ വിട്ടയക്കണമെന്ന് ഞാൻ ബഹുമാനപ്പെട്ട കോടതിയോട് താഴ്മയായിട്ട് അപേക്ഷിക്കുകയാണ്. That's all, Your Honor. സാക്ഷികളുടെ മൊഴികളുടെയും സാഹചര്യ തെളിവുകളുടെയും അടിസ്ഥാനത്തിൽ പ്രതി ഒരു മാനസിക രോഗിയാണെന്നുള്ളത് കോടതിക്ക് ബോധ്യപ്പെട്ടിരിക്കുന്നു. പൂർവ്വ വൈരാഗ്യത്തോടെയാണ് പ്രതി കൊലപാതകം നടത്തിയിട്ടുള്ളതെന്ന് പ്രോസിക്യൂഷന് സ്ഥാപിക്കാനും കഴിഞ്ഞിട്ടില്ല. ഈ സാഹചര്യത്തിൽ ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ 84-ാം വകുപ്പിന്റെ ആനുകൂല്യം നൽകി പ്രതി രവീന്ദ്രനെ നിരുപാധികം വിട്ടയക്കാൻ കോടതി ഉത്തരവിടുന്നു. സാർ, ആ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് എങ്ങനെ ഒപ്പിച്ചു? അതൊക്കെ രഹസ്യമാണ്. എന്നാലും മെഡിക്കൽ ബോർഡിന്റെ തന്നെ ഒരു സർട്ടിഫിക്കറ്റ് ഒപ്പിക്കുന്നത് നിസ്സാര കാര്യമല്ലോ. എന്റെ ജൂനിയേഴ്സ് ആയിപ്പോയില്ലേ, പറഞ്ഞുതരാം. Luckily, the accused party was using a medicine for the past 5 years. അയാൾ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ആ മരുന്ന് ബുദ്ധിഭ്രമത്തിനും പ്രിസ്ക്രൈബ് ചെയ്യാവുന്ന മെഡിസിൻ ആണെന്ന് ഞാൻ മനസ്സിലാക്കി. ആ പോയിന്റ് സ്ട്രെസ് ചെയ്താണ് മെഡിക്കൽ ബോർഡിനെ കൊണ്ട് ഇത് അപ്രൂവ് ചെയ്യിച്ചത്. ആരോടും പറയരുത് കേട്ടോ. താൻ കുറെ കാലമായോ ശ്യാംസാൻ ഡ്രൈവറായിട്ട്? സാർ, കുറച്ച് നാളായിട്ട് ഒരു ഡൗട്ട് ചോദിക്കണമെന്ന് വിചാരിക്കാം. സാർ, ഈ ജയിക്കേണ്ട പോയിന്റ്സ് മാത്രം എങ്ങനെയാ തപ്പിയെടുക്കുന്നത്? 3-4 വർഷമായില്ലേ രണ്ടുപേരും എന്റെ കൂടെ ആയിട്ട്. എന്നിട്ട് ഒരു താൻ ആ കേസിന്റെ നോട്ടീസ് പോസ്റ്റ് ചെയ്തോ? അത് അന്ന് തന്നെ വാദിക്ക് പോസ്റ്റ് ചെയ്തല്ലോ. എടോ, വാദിക്കല്ലോ, പ്രതിക്കല്ലേ പോസ്റ്റ് ചെയ്യേണ്ടത്? അല്ല സാർ, ഒന്നും പറഞ്ഞില്ലേ വാദിക്കണോ? പ്രതിക്കല്ലേ? രണ്ടുപേരും കൊണ്ട് വലിയ ബുദ്ധിമുട്ടായി കേട്ടോ. നമസ്കാരം സർ, ഈ ഉപകാരം ഞാൻ ഒരിക്കലും മറക്കില്ല. അതൊക്കെ പറയടോ. തനിക്ക് തലയ്ക്ക് സുഖമില്ലെന്ന് വാദിച്ച ആ കേസ് ജയിച്ചിരിക്കുന്നത്. പിന്നെ ഇതൊരു ശീലമായി പോരുത് കേട്ടോ. ഏത് സർ? മർഡർ, കൊലപാതകം, സത്യം പറഞ്ഞാൽ തൂക്കിക്കൊല്ലേണ്ട കേസാ. അല്ല സർ, ഒരു അബദ്ധം. എന്തോന്ന് അബദ്ധം? നാട് റോഡിൽ ഇടൊരു തന്നെ ചറവറ കുത്തുന്നതാണ് അബദ്ധം. സർ, എന്റെ പെങ്ങളെ ആ ദുഷ്ടൻ
വൈകുന്നേരത്തെ എവിടെ കാണാം സർ? വൈകുന്നേരം? അത് മാത്രമല്ല, ഫസ്റ്റ് റാങ്ക് വാങ്ങിച്ച ഞാൻ LLB പാസ്സായത് അല്ല രാവേട്ടാ? ഏത് റാങ്ക്? ഫസ്റ്റ് റാങ്ക്. ആ, മിടുക്കൻ. അതുകൊണ്ട് ഈ കേസിന്റെ കാര്യം പറഞ്ഞൊന്നും എന്നെ വരട്ടരുത്. 95%, അതായത് 95% ഞാൻ വിജയിച്ചിട്ടേ ഉള്ളൂ. പറഞ്ഞു കൂടേ. അതെ അതെ, ഞങ്ങളുടെ ബോസായോണ്ട് പറയല്ല, നിയമത്തിന്റെ കാര്യത്തിൽ സാറ് അതോറിറ്റി തന്നെയാ. സാറ് കോടതി വാദിക്കുന്നത് കാണാൻ തന്നെ എത്ര ഒരു കൂടുമെന്ന് അറിയാമോ? രാജകലയല്ലേ, ജീനിയസാ. ഓവറാക്കാതെ. ജൂനിയേഴ്സ് ആണെന്ന് കരുതി ഞാൻ തരുന്ന സ്വാതന്ത്ര്യം മിസ്യൂസ് ചെയ്യരുത്. ചെയ്യൂ? അല്ല, ചെയ്യൂല. സ്മോൾ വഴി, സ്മോൾ വഴി. ഇതേത് രാഗമാണെന്നറിയോ? എനിക്ക് ഒരു പിടിയുമില്ല. പിടികാണില്ല. അല്പം സ്വല്പം വിവരമുള്ളവർക്ക് സംഗീതം മനസ്സിലാവൂ അല്ലേ രാവേട്ടാ? അതെ അതെ. പ്രകാശ്, മതി, വളരെ കൂടുതലായി. ഏയ് എന്റെ കൈമൾ സാറേ, ഫുൾ ടാങ്ക് അടിച്ചാലും ഒരു കുഴപ്പമില്ല. നല്ല കണ്ടീഷൻ ബോഡിയാ. പ്രകാശ് വന്നേ. ടക്കെന്നൊരു സ്മോൾ വഴി. എന്താ ഇത്? നിങ്ങൾ വിചാരിക്കുന്നത് പോലെ ഈ കേസിനെ അത്ര ലൈറ്റായി ഞങ്ങൾക്ക് കാണാൻ കഴിയും. സോറി ബ്രദർ, ഇത്തരം സീരിയസ് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്ത് സ്പോയിൽ ചെയ്യാനുള്ളതല്ല ഈ ഈവനിങ്. പ്രകാശ്, തെറ്റിദ്ധരിക്കരുത്. ആ SP രാജശേഖരൻ നമ്മളെ ട്രാപ്പ് ചെയ്ത് അടങ്ങുമെന്ന മട്ടാണ്. അതൊക്കെ എനിക്ക് വിട്ടു തന്നേരെ. ഐ വിൽ മാനേജ് ഇറ്റ്. ഇതിനേക്കാൾ കുഴപ്പം പിടിച്ച കേസുകളിൽ നിന്ന് ഞാൻ നിങ്ങളെ ഊരി തന്നിട്ടില്ലേ? പിന്നെ ഇത് നോ പ്രകാശ്, ഇത്തവണ തെളിവുകളെല്ലാം നമുക്കെതിരാണ്, അത് ഓർമ്മ വേണം. പ്രതികൂലമായിട്ടുള്ള തെളിവുകൾ അനുകൂലമായിട്ടുള്ള തെളിവുകളാക്കി മാറ്റും. ദാറ്റ് ഈസ് അഡ്വക്കേറ്റ് ശ്യാം പ്രകാശ്. മോനെ ഒന്ന് സമാനിപ്പിച്ചോളാം കൈമൾ സാറേ. ഗുഡ് നൈറ്റ്. ഞങ്ങൾ പോട്ടെ. അല്ല, ഇവര് നിങ്ങൾ എങ്ങനെ പോകും? ഞങ്ങൾ ഓട്ടോയിൽ പോകോളാം. ഞാൻ ഡ്രോപ്പ് ചെയ്യാം. അത് ശരി. നിങ്ങൾ ഓട്ടോ അത് പോയി. ശരി. അത് ശരിയല്ല. അത് ശരി. നിങ്ങളൊരു കാര്യം ചെയ്യും, നിങ്ങളൊരു ഓട്ടോ പോയിക്കോ. നമ്മളെങ്ങനെ പോവും? നമ്മൾ കാറ് പോവും. ആര് ഡ്രൈവ് ചെയ്യും? ഞാൻ ഡ്രൈവ് ചെയ്യും. അത് ശരി. ഇത് നല്ല പ്രവണത. കള്ളു കുടിക്കുന്നവരെ ഞാൻ ഓട്ടണം, കള്ളു കുടിച്ചാൽ കുട്ടനെ ഓട്ടണം. ഈശ്വരനാണ് സത്യം. ഇത് ഞാൻ അമ്മയോട് പറഞ്ഞില്ലെങ്കിൽ എന്നെ പട്ടിനെ വിളിക്കുന്നത് വിളിച്ചോ. അല്ല. കൊറേ ഞാൻ സഹിക്കുന്നു, കൊറേ ഞാൻ സഹിക്കുന്നു. ശരി, ഞാൻ ഓടിക്കുന്നില്ല. മതി, ഞാൻ ഓടിക്കുന്നില്ല. പറയുന്ന മനസ്സിലാക്കി. അങ്ങോട്ട് വാ. ഞാൻ ഓടിക്കുന്നില്ല. അങ്ങോട്ട് കയറ്, കയറ് കയറ്. അങ്ങോട്ടിരിക്കും, 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 അങ്ങോട്ടിരിക്കും. കാലി കാലി കാലി. അവിടെ ഇരിക്കും കേട്ടോ. മുതിർന്നവർ പറയുമ്പോ മനസ്സിലാക്കണം. അങ്ങനെ സൂയിക്കണം. ഇത് എന്തൊരു സങ്കടമാണ് പറഞ്ഞാലൊക്കെ. അയ്യോ, വൈപ്പർ വൈപ്പർ വഴി മഴ പെയ്താ പിന്നെ അപ്പയിടണ്ടല്ലോ. പിന്നെ കാറിന്റെ ഹെഡ്ലൈറ്റ് ഓണാണ്. ആരുടെ? ആരുടെ? എന്റെ കാറിന്റെ ഹെഡ്ലൈറ്റ് ഓണാണ്. എവിടെ? എന്താ ചെയ്യ ഭഗവാൻ. ഇതാ സ്വിച്ച് ഇവിടെ. എന്താ ചെയ്യേണ്ട? ഓഫ് ചെയ്യണോ? അത് പറഞ്ഞാ പോരെ. ഞാനതല്ല പറഞ്ഞത്. ഇതിന്റെ സ്വിച്ച് എവിടെയാണ്? സ്വിച്ച് ഇതാ ഇവിടുന്ന് രണ്ടാമത്. അയ്യോ, ഇങ്ങോട്ട് പോരെ. മതി. എങ്ങോട്ടാ എങ്ങോട്ടാ? വീട് ഇവിടെ ഇങ്ങോട്ടാ. അയ്യോ, എന്നെ വഴി പഠിപ്പിക്കില്ലേ? എനിക്കറിയാം, എനിക്കറിയാം. എത്ര പൂച്ചട്ടിയാ പൊട്ടിച്ചത്? ആരെ? പൊട്ടേ.
അതെ, ആ. അശ്രദ്ധയോടെ വണ്ടി ഓടിച്ചാൽ ഉണ്ടാകുന്ന കുഴപ്പം രാഘവേട്ടനെ മനസ്സിലാക്കി തരാനാ ഞാൻ അങ്ങനെ ഞാൻ ഓടിച്ചത്. വണ്ടിയിലിരുന്ന് സ്വർഗം കാണിയിരുന്നു. എന്നിട്ട് എങ്ങനെയുണ്ട് സ്വർഗം? കൊള്ളാം. കൊള്ളാം കൊള്ളാം ഏ? കൊള്ളാം കൊള്ളാം. നമ്മൾ എപ്പോ വണ്ടി ഓടിച്ചാലും നല്ല കെയർഫുൾ ആയിട്ട് ഓടിക്കാവുള്ളൂ. ആ. ദൂരെ നിന്നൊരു വണ്ടി വന്ന ഇങ്ങോട്ട് തിരിച്ചിട്ട് അങ്ങോട്ട് തിരിച്ചിട്ട് അങ്ങനെ സ്ട്രെയിറ്റ് ആയി അങ്ങ് ഓടിക്കണം. ആ ആ ആ പേടിപ്പിക്ക. ഇവിടെ വാ ഇവിടെ വാ ഇവിടെ വാ. വരൂല വരൂല. ആ വേണ്ട വേണ്ട. ഒക്കെ വായ കഴിട്ട് കീറുന്നോ? എന്തൊരു സങ്കടം. ഇവിടെ വാ. ഇങ്ങോട്ട് നടന്നേ. തള്ളണോ? അല്ല അല്ല അല്ല. അയ്യോ ഇതാ പോണം ഇതാ പോണം. ഈ കണ്ട പൂച്ച അവിടെ അറിവും അവിടെ കേട്ടോ. ഇവിടെ വാ ഇവിടെ വാ ഇവിടെ വാ. എന്താ ക്ഷീണിച്ചോ? അങ്ങനെ ക്ഷീണിക്കത്തൊന്നുമില്ല. അതെന്താ ക്ഷീണിക്കുന്നറിയാവോ? ഏ? അതിന്റെ രീതി ചെയ്യണം. ഇത് ശരിയല്ല. ആഹാ. ഇതാ നോക്ക്. ചെസ്റ്റ്, ആ. ഹാൻഡ് ഇങ്ങനെ പിടിക്കണം. കണ്ട ഹിപ്പ് ലുക്ക് ഇങ്ങനെ ആയിരിക്കണം. എന്നാ ഒന്ന് ചവിട്ടി കാണിച്ചേ. എന്ത്? വാ. എനിക്ക് ചവിട്ടി കളിക്കാൻ സമയമില്ലെന്ന്. കളിക്കാൻ അടുക്കള പണി വെറുതെ ആയോ? അമ്മേ, ആഹാ, വെറുതെ മനുഷ്യൻ. ഈ കപ്പ- അവിടെ ഇരിക്കാൻ. അമ്മേ ആ ഗുഡ് മോർണിംഗ് മദർ. ദാ കാപ്പി. എന്താ ഒരു ഗൗരവം? ഇന്നലെ ഞാൻ വന്നതൊന്നും അറിഞ്ഞില്ല. ഭയങ്കര ഉറക്കമായിരുന്നു. ഇതൊന്നും അത്ര ശരിയല്ല കേട്ടോ. നീ ഇന്നലെ എത്ര മണിക്കാ വന്നേ? ഞാനൊരു 10 മണിയായി കാണും അല്ലേ? 10, 10:30, 10:30, 11 മണിയായി. 11. ഒരു 11:30, 12 ആയി കാണും. അവിടെ ഉറപ്പിക്കാം. എടാ, ഇവൻ ഇന്നലെ പൊട്ടിച്ച പൂച്ചട്ടികളും ടേബിൾ ഡാമും നീ എവിടെയാ ഒളിച്ചു വെച്ചിരിക്കുന്നത്? പൂച്ചട്ടികള് പൂച്ച ഓ, എന്തൊരു രാഗവിസ്താരമായിരുന്നു. അല്ല, ഈ അർദ്ധരാത്രിയിൽ അയൽക്കാർക്ക് ശല്യം ഉണ്ടാക്കുന്നവർക്ക് എന്ത് വകുപ്പാ നിന്റെ ശിക്ഷാ നിയമത്തില്? അമ്മ, അത് പിന്നെ കൈമൾ സാർ വളരെ വേണ്ട നിർബന്ധിച്ചപ്പോ. വേണ്ട വേണ്ട വേണ്ട. നീ ആരുടെ മേലും പഴി ചാരണ്ട. ഇത് കുറച്ച് കൂടുതലാവുന്നുണ്ടെന്ന് നിനക്ക് തന്നെ തോന്നുന്നില്ലേ? തോന്നുന്നുണ്ട്. സോറി അമ്മേ, വെരി സോറി. ഇന്നലെ ഡോസ് അല്പം കൂടി പോയി. ഇത് അമ്മയെ കൊണ്ട് ഞാൻ സത്യം ചെയ്യുന്നു. വേണ്ട, വേണ്ട. നിന്റെ സത്യം ഒന്നും എനിക്ക് കേൾക്കുകയേ വേണ്ട. കേൾക്കണം. ഇന്ന് മുതൽ ഉം. ഞാൻ ഉം. മദ്യപാനം കംപ്ലീറ്റ് ആയിട്ട് സ്റ്റോപ്പ് ചെയ്യാനൊന്നും പോകുന്നില്ല. അല്ല അമ്മ അങ്ങനെയൊന്നും പേടിക്കണ്ട. ഞാൻ അതിന്റെ ഡോസ് കുറയ്ക്കും. കേടാ കേടാ, ഇതാ ഞാൻ പറഞ്ഞത്. നോക്കിയേ അമ്മ, ഈ കാര്യം പറഞ്ഞാൽ മനസ്സിലാവും. നോക്കിയേ, ശരിക്കും നോക്കിയേ. പോടാ അവിടുന്ന്. പോയി കുളിച്ച് റെഡിയാകും. നന്നായി. കുഞ്ഞിന്റെ മുഖത്ത് നോക്കി ഇങ്ങനെ 2 വർത്താനം പറഞ്ഞത് വളരെ നന്നായി. അതെനിക്ക് ഇഷ്ടപ്പെട്ടു. അതൊരാവശ്യമാണ്. നീ വലിയ വർത്തമാനം ഒന്നും പറയണ്ട. അവനെ വഷളാക്കുന്നതിൽ നിനക്കും ഉണ്ടൊരു പങ്ക്. ഇത്രയും പറഞ്ഞോണ്ട് ചോദിക്കുക, സാറ് സ്വല്പം കഴിക്കും, വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ. ഇനി സ്വല്പം കഴിച്ചാൽ തന്നെ അത് ജോലിയെ ബാധിക്കുന്നില്ലല്ലോ. ഇനി അഥവാ ജോലിയെ ബാധിച്ചാൽ തന്നെ എന്താണമ്മേ ഞാൻ അതിന് കൂട്ടു നിൽക്കുവോ? പൊയ്ക്കോ അവിടുന്ന്. അമ്മേ അതെ വേണ്ട. Many, many happy returns of the day. സമ്മതിച്ചിരിക്കുന്നു. ഇരിക്കൂ. ഓരോ വർഷവും
ഈ വയസ്സിന്റെ ജന്മനാൾ ഇത്ര കൃത്യമായി എങ്ങനെ ഓർമ്മിക്കുന്നു എന്നാ? മാഷേ, വളരെ കുറച്ച് നല്ല ക്വാളിറ്റീസേ എനിക്കുള്ളൂ. അതിലൊന്നാണ് വന്ന വഴി മറക്കാതിരിക്കുക. ഞാൻ ശ്യാമിന് വേണ്ടി ഏതാണ്ടൊക്കെയോ ത്യാഗം ചെയ്തിട്ടുണ്ടെന്നാണോ ശ്യാം മനസ്സിലാക്കി വെച്ചിരിക്കുന്നത്? അത് തെറ്റാണ്. കുഞ്ഞെ, ഞാനും തന്റെ അച്ഛനും തമ്മിലുള്ള ബന്ധം വെച്ച് നോക്കുമ്പോ ഞാൻ എന്റെ ചുമതല അത്ര കൃത്യമായി നിർവഹിച്ചിട്ടുണ്ടോ എന്ന് പോലും എനിക്ക് സംശയം. മക്കളെ പഠിപ്പിച്ച് വലുതാക്കിയതിന്റെ കണക്കുകൾ സ്വന്തം അച്ഛനമ്മമാർ പോലും പറയുന്ന ഈ കാലത്ത് മാഷൊരു റിയൽ എക്സെപ്ഷനാണ്. ആത്മഹത്യ ചെയ്ത ഒരു ക്രിമിനലിന്റെ മകനായിട്ട് എല്ലാവരും എന്നെ കണ്ടപ്പോഴും സ്നേഹത്തിന്റെ ഭാഷയിൽ എന്നോട് സംസാരിക്കാൻ മാഷ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അന്ന് മാഷ് തന്ന ആത്മധൈര്യമാണ് എന്നെ ഇവിടം വരെ കൊണ്ടെത്തിച്ചത്. ഞാൻ കടങ്ങളുടെയും കടപ്പാടുകളുടെയും കണക്കുകൾ പറയുകയല്ല. മാഷ് റിസൾട്ട് എന്നാ വരിക? അയ്യോ, റിസൾട്ട് വന്നു. എല്ലാ വിഷയത്തിനും 80% മാർക്കുണ്ട്. 80%? കൊള്ളാം, കൺഗ്രാജുലേഷൻ. താങ്ക് യു. ചായയാണോ? അല്ല, കാപ്പിയാ. എന്നാ കുടിക്കാം. ഓ, മോള് കുടിച്ചോ? ഇല്ല. അകത്ത് പോയി കുടിക്കല്ലേ? ഞാൻ ഇറങ്ങട്ടെ മാഷേ. ഈ മാസത്തെ ഫീസ്. താങ്ക് യു. ഇത് ഫൈനൽ ഇയർ ആണ്, നല്ലപോലെ ശ്രദ്ധിച്ചോണം കേട്ടോ മാഷേ. ഡിഗ്രി നല്ല നിലയിൽ പാസ്സായിട്ട് വേണം എനിക്ക് നല്ലൊരു ചെറുക്കനെ തപ്പാൻ. ആദ്യം സാറിന്റെ കല്യാണം കഴിയട്ടെ, തിരക്കിട്ട് പെണ്ണിനെ അന്വേഷിച്ചോണ്ടിരിക്കാം അമ്മ. ശരി ശരി, അത് നമുക്ക് സൗകര്യം പോലെ സംസാരിക്കാം. മാഷിന് ഇപ്പോഴുള്ള മരുന്ന് 2 ആഴ്ച കൂടെ കണ്ടിന്യൂ ചെയ്യാനാണ് ഡോക്ടർ പറഞ്ഞത്. ഇതുവരെ എന്റെ മരുന്നിന് ചിലവാക്കിയ കാശ് കൊണ്ട് മാത്രം മതി മതി. മാഷ് പഴയ പല്ലവി തുടങ്ങാൻ പോവാണ്. അതിനു മുമ്പ് ഞാൻ ഇറങ്ങിയേക്കാം. ഗീത അമ്മ അന്വേഷിച്ചു കേട്ടോ. സോറി സാർ, വാദിക്കാണോ നോട്ടീസ് അയക്കേണ്ടത്? അയ്യോ, സാറ് പറഞ്ഞപ്പോ ഞാൻ വിചാരിച്ചു പ്രതിക്കാണ് അയക്കേണ്ടതെന്ന്. അല്ല, പ്രതിക്ക് അയച്ചോണ്ട് കുഴപ്പമൊന്നുമില്ലല്ലോ. എക്സ്ട്രാ ഒരെണ്ണം ഇങ്ങനെ. അങ്ങനെയൊന്നുമില്ല സാർ, കോമൺ സെൻസ് ഇല്ലാത്തോണ്ടൊന്നും അല്ല. കാലത്ത് പോത്താ, ഈ ജൂനിയറായിട്ട് ജോലി ചെയ്ത് മടുത്തു. ഇനിയെങ്കിലും സ്വന്തമായിട്ട് പ്രാക്ടീസ് ചെയ്ത് തുടങ്ങിയില്ലെങ്കിലേ ജീവിതാവസാനം വരെ നമ്മൾ ഇങ്ങനെ ജൂനിയേഴ്സ് ആയിട്ട് തുടരേണ്ടി വരും. അതെ, സ്വന്തമായിട്ട് പ്രാക്ടീസ് ചെയ്യാനുള്ള കെൽപ്പും വിവരവും ഉണ്ടാകുന്നവരെ ഇങ്ങനെ അങ്ങ് കഴിയുന്ന അളിയാ ബുദ്ധി. ഈച്ച അടിച്ചോണ്ടിരിക്കുന്ന ഒരു സീനിയർ അഡ്വക്കേറ്റ് ആവുന്നതിനേക്കാളും നല്ലത് വളരെ ബിസി ആയിട്ടുള്ള ഒരു അഡ്വക്കേറ്റിന്റെ ജൂനിയർ ആയി കഴിയുന്നതാണ്. കാലത്തെ ഒരുമാതിരി ആക്കരുത്, അല്ലെങ്കിൽ നിന്റെ മനസ്സ് മുഴുവൻ വിഷമാ. ഞാൻ ഒരിക്കലും തിരക്കുള്ള വക്കീലാവില്ലെന്നല്ലേ നീ പറഞ്ഞതിന്റെ ദുസൂചന? എന്നൊന്നും ഞാൻ പറഞ്ഞില്ല. വെറുതെ വഴക്കുണ്ടാക്കാൻ വരരുത് ഗോപാലകൃഷ്ണ. ആര് തുടങ്ങി വെച്ചത്, നീയോ ഞാനോ? ഈച്ച അടിച്ചോണ്ടിരിക്കും പോലും. എടാ, പ്രകാശ് സാറിന് സോപ്പിട്ട് എന്നും അങ്ങനെ എച്ചിൽ കഴി സിൽബന്തിയായി കഴിയുന്നതായിരിക്കും നിനക്കിഷ്ടം. പക്ഷേ എന്നെ അതിന് കിട്ടൂല. ഞാൻ തറവാട്ടി പറഞ്ഞവനാ. ചിട്ടിക്കമ്പനി നടത്തി നാട്ടുകാരുടെ കാശ് അടിച്ചോണ്ട് രാഖി രാമൻ നാട് വിട്ട കൃഷ്ണ പണിക്കരുടെ മകന്റെ തറവാട്ട് മഹിമ നാട്ടുകാർക്കൊക്കെ അറിയാം. ഏതായാലും നിന്റെ അപ്പന്റെ അത്ര കള്ളനല്ലടാ. കഷണ്ടി മാറ്റാനുള്ള മരുന്നാണെന്നും പറഞ്ഞ് ആവണക്കെണ്ണ കുപ്പിയിലാക്കി നാട്ടുകാർക്ക് വിറ്റ് കാശുണ്ടാക്കാനടാ നിന്റെ തന്ത ഉണ്ടപ്പാപ്പി. എന്തിനാണ് വെറുതെ വീട്ടിലിരിക്കുന്നവരെ പറയുന്നത്? നീ എന്നെ കൊണ്ട് പറയിപ്പിച്ചല്ലേ? എടാ, മനുഷ്യനായ സ്വന്തം കഴിവിൽ വിശ്വാസം വേണം. അതങ്ങനെ 5 ചാൻസിൽ LLB പാസ്സാവാൻ എവിടുന്ന് ആത്മവിശ്വാസം ഉണ്ടാവുക? എത്ര ചാൻസ് പാസ്സായെങ്കിലും ഞാൻ കേരള യൂണിവേഴ്സിറ്റിയിൽ നിന്ന് LLB ഡിഗ്രി എടുത്ത്, അല്ല നിന്നെ പോലെ കേരളത്തിന് പുറത്തു പോയി പ്രൊഫസർ കണ്ടിപ്പരിപ്പ് കൊടുത്ത് ഉണ്ടാക്കിയ ഡിഗ്രി അല്ലേ? എടാ, നീ കുറെ നേരമായിട്ട് വളയുന്നുണ്ട്. രാവിലെ മുതൽ നീ എന്റെ മേക്കിട്ട് കറങ്ങാട്ടോ. എന്താ രാവിലെ വലിയൊരു സ്നേഹപ്രകടനം? ബർത്ത്ഡേ ആണ് സാർ, അതുകൊണ്ട് കെട്ടി. ആണോ? മെനി മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദ ഡേ. അല്ല സാർ, ബർത്ത്ഡേ പ്രമാണിച്ച് ഇന്നത്തെ കംപ്ലീറ്റ് ചെലവ് പോത്തന്നെ കണക്കായിട്ടാ. അതെയോ? വൈകുന്നേരം നമുക്ക് ഗംഭീരമാക്കി കളയാം. ഹലോ, കൈമൾ സാറല്ലേ? ഞാനാ. RTO ഓഫീസിൽ മിസ്റ്റർ ജേക്കബ് ഉണ്ട്. പുള്ളിയെ പോയി ഒന്ന് കാണണം. കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞ് ഏർപ്പാടാക്കിയിട്ടുണ്ട്. പിന്നെ ബാൻ ഡ്രഗ്സിന്റെ സ്റ്റോക്ക് അങ്ങ് നശിപ്പിച്ചളഞ്ഞേക്കണം. നോ നോ നോ, ഇനി അത് വിൽക്കാൻ പാടില്ല.
ഞാൻ കേസ് ബാധിക്കുന്ന കാര്യമൊക്കെ വേറെ, പക്ഷെ ഇത് ജനങ്ങളുടെ ആരോഗ്യത്തെ ബാധിക്കുന്ന പ്രശ്നമാണ്. അത് എനിക്ക് സപ്പോർട്ട് ചെയ്യാൻ അല്പം ബുദ്ധിമുട്ടുണ്ട്. ആ കാശ് നമുക്ക് പല മാർഗത്തിൽ കൂടെ ഉണ്ടായിക്കൂടെ കൈമൾ സാറേ? ആ ഓക്കെ ഓക്കെ, സാറ് പോയി ജേക്കബിനെ കാണണേ. ഓക്കെ. ആ മിസ്റ്റർ ഗോപാലകൃഷ്ണൻ, പ്ലീസ് കം. In that case, I have to say you are a criminal and not a criminal lawyer. സമ്മതിച്ചു, ഞാൻ കുറ്റവാളി തന്നെ. പക്ഷെ ഒന്ന് ചോദിച്ചോട്ടെ സാർ, കൈമളിനെ രക്ഷപ്പെടുത്തുന്നത് ഞാനാണെന്ന് പറഞ്ഞല്ലോ. നിങ്ങളുടെ പോലീസ് ഡിപ്പാർട്ട്മെന്റ് 100% എഫിഷ്യൻസിയോടെ പ്രവർത്തിച്ചിരുന്നെങ്കിൽ എനിക്ക് വാദിച്ച് ജയിക്കാൻ പറ്റുമായിരുന്നോ? ഞങ്ങളുടെ കഴിവുകേട് കൊണ്ടല്ല, നിങ്ങളുടെ കഴിവിന്റെ കൂടുതൽ കൊണ്ടാ പ്രോസിക്യൂഷൻ പലപ്പോഴും പരാജയപ്പെടുന്നത്. സമ്മതിച്ചിരിക്കുന്നു. താങ്ക് യു സാർ. പക്ഷെ ഈ കഴിവൊക്കെ നല്ല രീതിയിൽ വിനിയോഗിച്ചിരുന്നെങ്കിലോ? യു ആർ എ ജീനിയസ് ഇൻ ദ റോങ് വേ. പ്രകാശ്, നിങ്ങളെപ്പോലുള്ള ചെറുപ്പക്കാർ മോറൽ വാല്യൂസിന് ഒരു വിലയും കൽപ്പിക്കുന്നില്ല. അങ്ങനെയാണെങ്കിൽ ശുദ്ധീകരണം തലപ്പത്ത് നിന്ന് തുടങ്ങുന്നല്ലേ സാർ നല്ലത്? അങ്ങനെയാണെങ്കിൽ ചിലപ്പോ സാറിന്റെ തലയിൽ തൊപ്പി കാണില്ല അല്ലേ? നോ പ്രകാശ്, അങ്ങനെയുള്ള പേടിയൊന്നും എനിക്കില്ല. എങ്കിൽ തുടങ്ങണം സാർ, ഞാനും കൂടാം. സ്വിസ് ബാങ്കിൽ അക്കൗണ്ട് ഉള്ള MLA-മാരുടെയും MP-മാരുടെയും മന്ത്രിമാരുടെയും ലിസ്റ്റ് ഞാൻ സാറിന് തരാം. അവരുടെ സോഴ്സ് ഓഫ് ഇൻകം എന്താണെന്ന് സാറിന് വിളിച്ചെത്തു കൊണ്ടുവരാൻ പറ്റുമോ? കള്ളക്കടത്തുകാരുടെ കയ്യിൽ നിന്ന് രാഷ്ട്രീയ പാർട്ടികൾ വാങ്ങിയിട്ടുള്ള സംഭാവനകളുടെ ഡീറ്റെയിൽസ് സാറിന് വേണോ? നിരോധിച്ച മരുന്നുകൾ രാഷ്ട്രീയക്കാരുടെ ഒത്താശയോടെ വിറ്റഴിച്ചതിന്റെ തെളിവുകളും ഞാൻ തരാം. കേക്കട്ടെ, സാറിന് എന്ത് ചെയ്യാൻ കഴിയും? ഇവരെയൊക്കെ ഞാൻ ജസ്റ്റിഫൈ ചെയ്യുന്നു എന്നാണോ പ്രകാശ് പറയുന്നത്? ഐ എം സോറി സാർ, ഇത്തരം ഉപദേശങ്ങൾക്കൊന്നും ഞാൻ വലിയ വില കൽപ്പിക്കുന്നില്ല. ഈ ലോകത്ത് കാശാണ് വലുത്, എനിക്കും സാറിനും എല്ലാവർക്കും. പിന്നെ കൈമളുടെ കേസുകൾ വാദിക്കുന്നത് കൊണ്ട് മാത്രം അയാളുടെ എല്ലാ ചെയ്തികളും ഞാൻ ന്യായീകരിക്കുന്നുണ്ടെന്ന് സാർ വിചാരിക്കണ്ട. ഇറ്റ്സ് എ പാർട്ട് ഓഫ് മൈ പ്രൊഫഷൻ. വ്യക്തിപരമായി കൈമളുമായുള്ള അടുപ്പമോ? സമ്മതിച്ചു, പക്ഷെ അതിന് മതിയായ കാരണങ്ങളുണ്ട്. എന്റെ കരിയർ ബിൽഡ് ചെയ്യാൻ വളരെയധികം സഹായിച്ചിട്ടുള്ള ആളാണ് കൈമൾ. ഒരു മകനെ പോലെയാണ് അത് എന്നെ സ്നേഹിക്കുന്നത്. ആ സ്നേഹത്തിന്റെ പിന്നിലുള്ള സ്വാർത്ഥത ഒരു പക്ഷേ പ്രകാശിന് ഇന്ന് മനസ്സിലാവില്ല. ഓക്കെ, ലീവ് ഇറ്റ്. കാലം എല്ലാം പറഞ്ഞു തരും. ശരി, ഞാൻ സാറിനെ ഏതെങ്കിലും രീതിയിൽ ഹെർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഐ എം സോറി. ഏയ്, ഒരിക്കലുമില്ല. സ്വകാര്യ സംഭാഷണത്തിൽ പോലും വാദിച്ച് ജയിക്കാനുള്ള നിങ്ങളുടെ കഴിവിനെ ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യുന്നു. ഞാൻ ഇറങ്ങട്ടെ. സമയമായോ? സാറ് കൂടുന്നോ? ഇല്ല.